എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് OMR ഷീറ്റിനെ കുറിച്ചുള്ളതാണ്. ടേം 1 CBSE 10ാം ക്ലാസ്സിൻ്റെയും 12ാം ക്ലാസ്സിൻ്റെയും എക്സാമിനേഷൻ 16-ാം തീയതിയും 17-ാം തീയതിയും തുടങ്ങുകയാണ്. കുട്ടികളും രക്ഷകർത്താക്കളും ടീച്ചേഴ്സും എല്ലാവരും ആശങ്കയിലാണ്, അല്ലെങ്കിൽ ആകാംക്ഷയോടെയാണ്. കാരണം ബോർഡ് എക്സാമിനേഷൻ OMR ഷീറ്റിലാണ് ഇത്തവണ എഴുതുക. ആ OMR ഷീറ്റിൻ്റെ വിഷമങ്ങളോ അല്ലെങ്കിൽ ആ OMR ഷീറ്റിനെ കുറിച്ച് ഭീതി വേണ്ട. കൃത്യമായി OMR ഷീറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ആ OMR ഷീറ്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ മനസ്സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് OMR ഷീറ്റിൻ്റെ കാതലായ വശം, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഭാഗത്തെക്കുറിച്ച് വളരെ ക്ലിയറായിട്ട് ഉള്ള പിക്ചറൈസേഷൻ തരാണ്. അതിനുശേഷം നമുക്ക് OMR ഷീറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആദ്യം തൊട്ട് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് OMR ഷീറ്റിൻ്റെ പ്രധാനപ്പെട്ട, അതായത് കുട്ടികൾ എഴുതുന്ന ആൻസറിൻ്റെ ആ ഭാഗത്തെക്കുറിച്ച് വിശകലനം ചെയ്യാം. ഇതിൽ ഇത്രയുമായിരിക്കും ഒരു കോളം ഉണ്ടാകുക. അങ്ങനെ 15 ക്വസ്റ്റ്യൻസ് എഴുതുന്ന 4 കോളംസാണ് OMR ഷീറ്റിലുണ്ടാകുക. അത് ഏത് സബ്ജക്റ്റ് ആയാലും ഈ 60 ക്വസ്റ്റ്യൻസ് ഉള്ള 4 കോളങ്ങൾ, 4 പ്രധാനപ്പെട്ട ഭാഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് 4 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതായത് ഇവിടെ 1 തൊട്ട് 15 വരെ ഉണ്ടാവും, ഇങ്ങനെ 30 വരെ, 45 വരെ, 60 വരെ. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ, ഈ OMR ഷീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് സാമ്പിൾ പേപ്പറാണ് CBSEയുടെ. അപ്പോൾ ഇതിൽ ഇവിടെ ആദ്യത്തെ കോളത്തിൽ ക്വസ്റ്റ്യൻ നമ്പേഴ്സാണ്, രണ്ടാമത് റെസ്പോൺസ് ABCD. പിന്നത്തെ ഈ ബോക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ബോക്സിൽ നമ്മൾ ആൻസർ ഏതാണോ, നമ്മൾ C ആണ് നമ്മുടെ ഉത്തരമെങ്കിൽ ആ C ഇവിടെ എടുത്ത് എഴുതാനുള്ള ഓപ്ഷനാണ്. ഇനി ഇത് നമ്മൾ അൺഅറ്റംപ്റ്റഡ് ആയിട്ട്, അറ്റംപ്റ്റ് ചെയ്യാതെ വിട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകൾ ഡാർക്കൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാനിത് വീണ്ടും പറയും, പക്ഷെ അതിനു മുമ്പ് ഈ കോളങ്ങൾ ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ്. ആദ്യത്തെ കോളം ക്വസ്റ്റ്യൻ നമ്പർ, രണ്ടാമത്തത് റെസ്പോൺസ്, ഇവിടെ വരുന്നത് ഈ സ്റ്റാർ ഇട്ടിരിക്കുന്ന ബോക്സാണ്. അതിൽ നിങ്ങൾ ആൻസർ എഴുതുന്നുണ്ടെങ്കിൽ എന്തായാലും അതിൽ ആൻസർ എടുത്ത് എഴുതിയിരിക്കണം. ഇവിടെ സർക്കിളിൽ നമ്മൾ ഡാർക്കൻ ചെയ്യണം. ഉപയോഗിക്കുന്നത് ബോൾ പോയിൻ്റ് പെന്നായിരിക്കണം. ബോൾ പോയിൻ്റ് പെന്ന് ബ്ലാക്കോ ബ്ലൂവോ ആകാം. പെൻസിൽ ഉപയോഗിക്കാൻ പാടില്ല ഇതിലെടുത്ത് എഴുതുമ്പോൾ. ഇനി ഇവിടെ ഹാഷ്ടാഗ് ഉള്ള ഒരു മാർക്കുണ്ട്, അതിൻ്റെ താഴെ എഴുതിക്കുന്ന കോളത്തിൽ ഇതിനോട് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ഇവിടെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ഡാർക്കൻ ചെയ്യണം ഈ കോളം. അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ തരാൻ വേണ്ടിയാണ് ആദ്യം തന്നെ ഇതിൻ്റെ പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. അതിനനുസരിച്ച് വേണം നിങ്ങൾ OMR ഷീറ്റ് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ OMR ഷീറ്റിനെ കുറിച്ചുള്ള പരിപൂർണമായൊരു അറിവ് നിങ്ങൾക്ക് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. OMR ഷീറ്റ് പ്രീ ഫിൽഡ് ആണ്. അതായത് OMR ഷീറ്റ് ആദ്യമേ തന്നെ ഫില്ല് ചെയ്തിരിക്കും. നിങ്ങളുടെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ അവരുടെ അഡ്രസ്സ്, അച്ഛൻ്റെ പേര്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ പ്രീ ഫിൽഡ് ആയിരിക്കും. അത് കുട്ടികൾ കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ ഈ OMR ഷീറ്റിൻ്റെ താഴെ ഇവിടെ എഴുതിയിട്ടുണ്ട്, പ്ലീസ് റൈറ്റ് എബോവ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം യുവർ ഹാൻഡ്. നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ എന്ത് എഴുതണം? ഐ കൺഫേം ദാറ്റ് ഓൾ പർട്ടിക്കുലേഴ്സ് ഗിവൺ എബോവ് ആർ കറക്റ്റ്. മോളിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം കറക്റ്റാണ് എന്ന് നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് എഴുതി ഇവിടെ സൈൻ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടേതായ വിവരങ്ങൾ, അതായത് തന്നിരിക്കുന്ന റോൾ നമ്പർ നമുക്ക് എത്രയാണോ ആ റോൾ നമ്പർ തന്നെ, അതിനുശേഷം അതിൽ കൊടുത്തിരിക്കുന്ന ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ഏതാണ് സബ്ജക്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ തന്നിരിക്കും. അതെല്ലാം കൃത്യമായിട്ട് നോക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ അഡ്രസ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കുക. എന്നിട്ടത് ശരിയാണ് എന്നുള്ളത് ഇവിടെ കൺഫേം ചെയ്യുക. നിങ്ങൾ തന്നെ കൺഫേം ചെയ്ത് നിങ്ങൾ സൈൻ ചെയ്യുക. പിന്നീട് വരുന്ന ഇവിടെയെല്ലാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതിന് ശേഷം ഫില്ല് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കോളമുണ്ട്, ഇവിടെ ഒരു 7 കോളമുണ്ട്. ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു 7 കോളം, അത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൻസർ ചെക്ക് ചെയ്യുക. അപ്പോൾ CBSEയിൽ ഇത്രയും നാൾ വന്നിരുന്ന ബോർഡ് എക്സാമുകളിലെല്ലാം തന്നെ 2-3 സെറ്റുകൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ ഏത് സെറ്റാണോ ആ കോഡും സെറ്റും നോക്കിയിട്ടാണ് നമ്മൾ ആൻസർ വാല്യുവേറ്റ് ചെയ്യുക. അപ്പോൾ എനിവേ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് നമ്പർ നിങ്ങൾക്ക് ആദ്യം തന്നെ എടുത്ത് എഴുതണം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതിന് ശേഷം. അപ്പോൾ ഇതിനു മുമ്പ് ഇത് വെരിഫൈ ചെയ്യാം. ഇവിടെ ഇതെല്ലാം ശരിയാണെന്ന് അറിയിക്കുക എന്ന രീതിയിൽ നിങ്ങളുടെ കൈകൊണ്ട് എഴുതുക. പിന്നെ ഇവിടെ നിങ്ങൾ സൈൻ ചെയ്യുക. ഇനി OMR ഷീറ്റിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് നമുക്കിതിൽ നോക്കി പറയാം.
അതായത് ടേം 1 എക്സാമിനേഷനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. എ സാമ്പിൾ കോപ്പി ഓഫ് OMR ഷീറ്റ് ഇസ് എൻക്ലോസ്ഡ്. ഇത് CBSE എന്നുള്ള ലെറ്ററാണ് ഹെഡ് ഓഫ് ദ സ്കൂൾസിന്. ഡീറ്റെയിൽസ് കാൻഡിഡേറ്റ്സിൽ പ്രീ ഫിൽഡ് ഇൻ ദ OMR ഷീറ്റ്. ഞാൻ പറഞ്ഞ പോലെ ഇത് നേരത്തെ തന്നെ പ്രീ ഫിൽ ചെയ്തിരിക്കും. മൂന്നാമത്തതിൽ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഷുഡ് ബി റിട്ടൺ ഓൺ ദ അപ്പർ റൈറ്റ് കോർണർ ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ് ഫോർ ദ സെയിം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതിന് ശേഷം മാത്രം കിട്ടുന്നതാണ്, നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് താഴെ ഐ കൺഫേം ഓൾ പർട്ടിക്കുലേഴ്സ് ഗിവൺ എബോർ കറക്റ്റ് എന്നിട്ട് സൈൻ ചെയ്യുക. ദെൻ ഓൺലി ബ്ലൂ ഓർ ബ്ലാക്ക് ball point pen should be used. Pencils are not allowed. Use of പെൻസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് റൂൾസിന് എതിരാണ്, അതിനുള്ള ആക്ഷൻ ഉണ്ടാകും. അങ്ങനെയാണ് 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജനറലായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി 7ാമത്തെ പോയിൻ്റാണ് കുട്ടികളെ സംബന്ധിച്ച് ആൻസർ ചെയ്യുന്ന OMR ഷീറ്റിനെ സംബന്ധിച്ച് ചെയ്തിരിക്കുന്നത്. അത് ഒന്നാമത്തത്, ദർ ഇസ് എ സ്പേസ് ഫോർ ആൻസറിങ് 60 ക്വസ്റ്റ്യൻസ്. 60 ക്വസ്റ്റ്യൻസ് നേരത്തെ പറഞ്ഞു. 1 15 15 30 15 45 15 60 60 ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്താനുള്ള സ്പേസ് ഉണ്ടാകും OMR ഷീറ്റിൽ. കാൻഡിഡേറ്റ്സിന് മാക്സിമം അതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് എത്രയാണ് ഓരോന്നിനും പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് അത് ഫില്ല് ചെയ്യാം. ആൻസേഴ്സ് ഗീവൺ ആഫ്റ്റർ ദ മാക്സിമം ക്വസ്റ്റ്യൻ. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 40 എണ്ണം 50 എണ്ണം മാത്രമേ എഴുതാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 40 എണ്ണം എഴുതാൻ പാടുള്ളൂ എന്നുണ്ടാകും. അതിൽ കൂടുതലായിട്ട് നിങ്ങൾ എഴുതാൻ പാടില്ല. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്? ക്വസ്റ്റ്യൻ പേപ്പറിൽ 50 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 50 ക്വസ്റ്റ്യൻസിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എഴുതാം. 50 ക്വസ്റ്റ്യൻസിൻ്റെ ഉള്ളിൽ എഴുതാം. 50 ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എഴുതേണ്ടത് 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 40 ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ എഴുതേണ്ടതെങ്കിൽ, ആൻസറാണ് നിങ്ങൾ എഴുതേണ്ടതെങ്കിൽ ആ 40 ക്വസ്റ്റ്യൻസ് ഈ 50 ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് വേണം അതിൻ്റെ ആൻസർ എഴുതാൻ. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ അൺഅറ്റംപ്റ്റഡ് ആണ്. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഞാനൊരു എക്സാമ്പിൾ പറയാം. സോഷ്യൽ സ്റ്റഡീസിൽ 24 ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ സെറ്റിൽ വരിക. അതിൽ 20 എണ്ണം നിങ്ങൾക്ക് എഴുതിയാൽ മതി. അപ്പോൾ ആദ്യം വരുന്ന 24 എണ്ണത്തിൽ 20 എണ്ണം നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് അറിയാവുന്ന 20 എണ്ണം എഴുതുക. ആ 20 എണ്ണം എഴുതുന്നത് കുറച്ചുകൂടി ചിന്തിച്ച് വേണം കേട്ടോ. അതായത് ആ 20 എണ്ണം എഴുതുക. ബാക്കി 4 എണ്ണം ഇവിടെ അൺഅറ്റംപ്റ്റഡ് ആയിട്ട് കിടക്കും. അങ്ങനെ 20 എണ്ണം എഴുതുക. അപ്പോൾ ചിലപ്പോൾ 24 വരെ നമ്മൾ ക്വസ്റ്റ്യൻ്റെ സീരിയൽ ഓർഡറിൽ എത്തിയിട്ടുണ്ടാവും. പിന്നീട് വരുന്ന 22 എണ്ണത്തിൽ 18 എണ്ണമാണ്. 22 എണ്ണത്തിൽ 18 എണ്ണം. അതായത് 25ാമത്തെ തൊട്ട് 22 ക്വസ്റ്റ്യൻസ്. അതിൽ 18 എണ്ണമാണ് നമ്മൾ എഴുതുക. അപ്പോൾ 18 എണ്ണം എഴുതുമ്പോൾ അവിടെ വീണ്ടും 4 എണ്ണം അൺഅറ്റംപ്റ്റഡ് ആയിട്ടിരിക്കും. നിങ്ങൾ കൃത്യമായിട്ട് 18, 19, 20, 21, 22 അതിന് കൃത്യമായിട്ട് എണ്ണി തന്നെ നോക്കണം. ആ 4 എണ്ണം അൺഅറ്റംപ്റ്റഡ് ആയിരിക്കും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സോഷ്യൽ സ്റ്റഡീസിൽ ആകെ ശരിക്കും 60 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോഷ്യൽ സ്റ്റഡീസ് പേപ്പറിൽ 60 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആ 60 ക്വസ്റ്റ്യൻസിൽ നമ്മൾ എത്ര മാത്രം എഴുതിയാൽ മതി? 50 എണ്ണം എഴുതിയാൽ മതി. 50 ആണ്. അപ്പോൾ ഇവിടെ ഈ 60 എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ 60 ക്വസ്റ്റ്യൻസ് ഇല്ല. മാത്സിനെ സംബന്ധിച്ച് 1 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന്. 50 ക്വസ്റ്റ്യൻസാണ് തന്നിരിക്കുക. അതിൽ 40 ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യാൻ മതി. അപ്പോൾ 50 വരെ പോകാൻ പാടുള്ളൂ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. 50 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതെ, 50. അപ്പം 40 എണ്ണം ആ 50ൻ്റെ ഉള്ളിൽ നിന്ന് 40 നിങ്ങൾക്ക് എഴുതാം, അത്രയേ ഉള്ളൂ. പക്ഷേ 51ാമത്തെ എഴുതാൻ പാടില്ല. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ഇതിൽ പറയുന്നത്. ദെൻ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇഫ് ദർ ആർ 45 ക്വസ്റ്റ്യൻസ് ഇൻ സം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് കാൻഡിഡേറ്റ് ഈസ് ചേഞ്ചിങ് ദ ക്വസ്റ്റ്യൻസ്, നോ 46 ഇൻ OMR. 46 അവിടെ ഉണ്ട്, പക്ഷെ നിങ്ങൾക്കത് എഴുതാൻ പാടില്ല. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ 45 ഉള്ളൂ. 45-നുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആൻസർ ചെയ്തിരിക്കണം. ആൻഡ് റൈറ്റിംഗ് ദിസ് ക്വസ്റ്റ്യൻ ആസ് 45 ആൻഡ് ദെൻ ഗിവിംഗ് ദ ആൻസർ ഇറ്റ് വിൽ നോട്ട് ബി ഇവാലുവേറ്റഡ്. ഇനി 3ാമത്തെ OMR ഫാക്ട് ഇതാണ്. ഫോർ ഗീവിംഗ് റെസ്പോൺസ് 4 സർക്കിൾസ്. യെസ്, 4 സർക്കിൾസ് ആർ ഗീവൺ ഇൻ ഫ്രണ്ട് ഓഫ് ഈച്ച് ക്വസ്റ്റ്യൻ ഇൻ എ റോ ആൻഡ് കാൻഡിഡേറ്റ്സ് വൺസ് കോൺഫിഡൻറ്റ് അബൌട്ട് ദ കറക്റ്റ്നെസ് ഓഫ് ദ റിപ്ലൈ ഷുഡ് ഡാർക്കൻ ദ സർക്കിൾ. ശരി, ഇത് ശരിയാണ്, ഇതിൽ ആൻസർ A ആണ്, ഞാൻ A മാർക്ക് ഡാർക്കൻ ചെയ്യാം. പിന്നെയോ, ആഫ്റ്റർ 4 സർക്കിൾസ് ആർ ഓവർ എ ബോക്സ് ഈസ് ഗീവൺ ഇൻ ദ സെയിം റോ. യെസ്, എ ബോക്സ് ഈസ് ഗീവൺ ഇൻ ദ സെയിം റോ. കാൻഡിഡേറ്റ്സ് ഹാവ് ടു റൈറ്റ് ദ കറക്റ്റ് ഓപ്ഷൻ. അപ്പം ഞാനിവിടെ എന്ത് എഴുതണം? ഇവിടെ എടുത്ത് A എന്നിവിടെ ആൻസർ എഴുതണം. അപ്പോൾ ഇവിടെ A ഞാൻ ഡാർക്കൻ ചെയ്തു. ഇനി ഇവിടെ A എന്ന ആൻസർ എടുത്ത് എഴുതണം. ശരിക്കും ഇവിടെ ആൻസർ എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, കൃത്യമാണ്. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ആദ്യം തന്നെ ഇവിടെ പോയി എഴുതാൻ പാടുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവിടെ ഡാർക്കൻ ചെയ്യുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ കോളങ്ങളാണ് അസസ് ചെയ്യപ്പെടുക.
അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആഫ്റ്റർ 4 circles are over, a box is given in the same row and the candidates have to write the correct option in this box, A or B or C, as the answer is. ആഫ്റ്റർ ദ ബോക്സ് എഗെയിൻ സർക്കിൾ ഈസ് ഗിവൺ ആണ്. ഇനി അതിനുശേഷം വീണ്ടും ഒരു സർക്കിൾ ഉണ്ട്. ഇനി നിങ്ങൾ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണില്ലെങ്കിൽ ഇവിടെ ഡാർക്കൻ ചെയ്യേണ്ട, ഇവിടെ ഒന്നും എഴുതണ്ട, ഇവിടെ നിങ്ങളിത് എന്ത് ചെയ്യണം, ഡാർക്കൻ ചെയ്യണം. കാരണം അൺഅറ്റംപ്റ്റഡ്. ഡാർക്കൻ സർക്കിൾസ് ഇഫ് നോട്ട് അറ്റംപ്റ്റഡ്. അങ്ങനെ ചെയ്യുക. അതാണ് 5ാമത്തെ കണ്ടീഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 6ാമത്തെ കണ്ടീഷൻ, കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഷുഡ് മാർക്ക് ദ റെസ്പോൺസ് ബൈ ഡാർക്കനിങ് ദ സർക്കിൾ. ഇപ്പോൾ CBSE ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ആദ്യം തന്നെ ഡാർക്കൻ ചെയ്യുക. ഫുള്ളി സാറ്റിസ്ഫൈഡ് ദെൻ ദേ ഷുഡ് റൈറ്റ് എ റെസ്പോൺസ് ഇൻ എ ബോക്സ്. നിങ്ങൾ ഓക്കെ ഇത് ശരിയാണ്, സംശയമുണ്ടെങ്കിൽ ഡാർക്കൻ ചെയ്ത് വിട്ടോളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി തിരിച്ചു വരിക. അത് തന്നെയാണെന്ന് ഉറപ്പാണെങ്കിൽ മാത്രം അത് എടുത്തെഴുതുക. അതല്ലെങ്കിൽ വേറെ ആൻസർ നിങ്ങളിവിടെ എടുത്തെഴുതുക. അതാണ് പർപ്പസ് ഓഫ് ഗിവിംഗ് ബോക്സസ് ഓൺലി ദാറ്റ് ഇഫ് എനി കാൻഡിഡേറ്റ് വിഷസ് ടു ചേഞ്ച് ദ റെസ്പോൺസ് ദ സെയിം ബി റിട്ടൺ ഇൻ ദ ബോക്സ്. ദെൻ 7th point is that even if a candidate is satisfied with the darkening the circle, this response has to be written in the box. Candidates have to reply both in a circle and in a box. അപ്പോൾ ഇഫ് എ കാൻഡിഡേറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ഡാർക്കൻ ഇൻ ദി സർക്കിൾ, ഡാർക്കൻ ചെയ്തിരിക്കുന്നത് ശരിയാണ്, ശരി ഞാൻ എഴുതിയിരിക്കുന്നത് ബി കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ ബി ഡാർക്കൻ ചെയ്തിരിക്കുക, അവിടെ ഞാനെടുത്ത് ബി എന്ന് എഴുതുകയും ചെയ്യാം. ദെൻ റിപ്ലൈ റിട്ടേൺ ഇൻ ദ ബോക്സ് വിൽ ബി ട്രീറ്റഡ് ആസ് ഫൈനൽ. ഇതാണ് ഫോർ റൈറ്റിംഗ് റെസ്പോൺസ്. ഇത് ആണ് വളരെ പ്രധാനമായിട്ട് എടുക്കേണ്ടത്. റിപ്ലൈ റിട്ടേൺ ഇൻ ദ ബോക്സ് ബി ട്രീറ്റഡ് ആസ് ഫൈനൽ. If the box is empty and the response is marked in the circle, ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്തു, ബി ഞാൻ മാർക്ക് ചെയ്തു, പക്ഷെ ഇവിടെ ഞാൻ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ ഈ ആൻസർ വാലിഡ് ആവില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. If the box is empty and the response is marked in the circle, it will be considered that the question has not been attempted by the candidate. So if the response is given in a box and the circle is left blank, ഇനി ഇവിടെ ഞാൻ ബി എന്ന് എഴുതി, പക്ഷേ ഇവിടെ ഞാനൊന്നും ചെയ്തില്ലെങ്കിലും അത് ആൻസറായിട്ട് അംഗീകരിക്കപ്പെടും. ഇതാണ് ഇഫ് ദ ബോക്സ് ഈസ് എംപ്റ്റി ആൻഡ് ദ റെസ്പോൺസ് ഈസ് മാർക്ക്ഡ് ഇൻ ദ സർക്കിൾ, ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ദാറ്റ് ദ ക്വസ്റ്റ്യൻ ഹാസ് നോട്ട് ബി അറ്റംപ്റ്റഡ് ബൈ ദ കാൻഡിഡേറ്റ്. ഇഫ് ദ റെസ്പോൺസ് ഈസ് ഗിവൺ ഇൻ എ ബോക്സ്, if the response is given in a box and the circle is left blank, it will be considered that the question has been attempted by the candidate. മനസ്സിലായല്ലോ? ഇവിടെ നിങ്ങൾ എഴുതി, പക്ഷെ ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്തില്ലെങ്കിലും ഇവിടെ എഴുതി പോയിട്ടുണ്ടെങ്കിൽ അത് ആൻസറായിട്ട് അംഗീകരിക്കപ്പെടും. ഇങ്ങനെ പ്രത്യേകം എടുത്ത് പറയുന്നതിന് കാരണം ചോയ്സ് ഉള്ളതുകൊണ്ട് ആദ്യം എഴുതുന്ന ആൻസറുകൾ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സംശയമാണെങ്കിൽ വിട്ടുകളഞ്ഞ് അടുത്തയിലേക്ക് പോകാം. കാരണം ആദ്യം എഴുതുന്ന കറക്റ്റ് ആൻസറുകളാണ് ഇവിടെ അംഗീകരിക്കപ്പെടുക. ദെൻ if the response is given in if all 4 circles, box and last circle is left blank, ഇവിടെ എഴുതിയില്ലെങ്കിൽ അപ്പോഴും ഇത് അൺഅറ്റംപ്റ്റഡ് ആയിട്ടായിരിക്കും കണക്കാക്കുക. Schools will download the OMRs in advance as per the schedule given in guidelines. It should be downloaded and later it should be kept under the supervision of the center superintendent, and connected to that work is should be done by the schools. Anyway, this is the thing the students should understand what they have to do, and every day for different examinations the question pattern is different. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും എത്ര ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നു, എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നു വ്യത്യസ്തമാണ്. അതനുസരിച്ച് കൃത്യമായൊരു ധാരണയോടുകൂടി പരീക്ഷയ്ക്ക് പോവുക. ഈ എക്സാമിനേഷന് വരുന്ന ഈ OMR ഷീറ്റ് ഇത്രയും നന്നായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ എത്രയും നന്നായിട്ട് മനസ്സിലാക്കുക. ആ മനസ്സിലാക്കി പോയ ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം തന്നെ ഓർക്കുക, ബ്ലാക്ക് ഡാർക്കൻ ചെയ്യുക. അത് ബ്ലാക്ക് ബോൾ പോയിൻറ്റ് പെന്നിലോ അതല്ലെങ്കിൽ ബ്ലൂ ബോൾ പോയിൻറ്റ് പെന്നിലോ മാർക്ക് ചെയ്തതിന് ഇട്ടതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങളിവിടെ എടുത്തെഴുതുക. അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. ഒരു പേടിയും വേണ്ട. കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് ലൈൻ തൊട്ട് ലാസ്റ്റ് ലൈൻ വരെ പഠിക്കുക. കൃത്യമായിട്ട് മനസ്സിലാക്കുക. നന്നായി പോയി ഉത്തരങ്ങൾ എഴുതുക. ഫസ്റ്റ് ടൈം എന്തായാലും നമുക്ക് MCQ ആണ്. ആ MCQ OMR ഷീറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഈ OMR ഷീറ്റ് വ്യക്തമായി എന്ന് കരുതുന്നു. എല്ലാ ആശംസകളും നേരുന്നു എല്ലാവർക്കും. താങ്ക് യു.